അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇരുണ്ട യുഗം എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ട് ലഹരിയെയും ചൂതാട്ടത്തെയും സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കണ്ടിരുന്ന ഒരു കൂട്ടം കാട്ടറിവി സമുദായം. എന്നാൽ ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു നല്ല പ്രഭാതത്തെ സൃഷ്ടിക്കാൻ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച ദൈവിക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം മാനവികതയുടെ ഒരു പുതിയ അധ്യായമാണോ മാനവരാശിക്ക് മുന്നിൽ തുറന്നു വച്ചത്? ഖുർആനിൽ പറയുന്നു, ഓ മനുഷ്യരെ, നിങ്ങളെ നാം ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളിൽ ഏറ്റവും ഭയഭക്തർ അള്ളാഹുവിനെ ഭയഭക്തതയോടെ കാണുന്നവനാണ്. ജാതി മത വർണ്ണ വർഗ ദേശ ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണാനാണ് ഇസ്ലാം അടിവരയിടുന്നത്. എന്നാൽ ആധുനിക തലമുറ ഇന്ന് യുദ്ധത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും പിടിയിലാണ്. പാവപ്പെട്ട ഗസയുടെ തിരുവീതികളിലേക്ക് ഞാനും നിങ്ങളും അന്ന് കണ്ണോടിച്ചാൽ എത്ര പിഞ്ചോമനകളാണ് നരക ജീവിതം നയിക്കുന്നത്. ഇപ്പോഴും ഒത്തുതീർപ്പാവാത്ത റഷ്യ ഉക്രൈൻ തമ്മിലുള്ള പോരാട്ടം ഇതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ്. ദേശത്തിൻ്റെയും വേഷത്തിൻ്റെയും പേരിൽ മുസ്ലിം കുഞ്ഞുങ്ങളെ തമ്മിലടിപ്പിച്ച് ചോരയൂറ്റി കുടിക്കുന്ന വർഗീയതയുടെ ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തടക്കം ലോകത്താകമാനം മനുഷ്യമൂല്യങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് അയിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം നോക്കുകുത്തികളായി നിൽക്കാൻ മാത്രമേ ആധുനിക സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അവിടെയാണോ വലഖദ് കറംനാ ബനി ആദം സന്തതികളെ നാം ആദരിച്ചു എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നാം ഏറെ ചിന്തിക്കേണ്ടത്. മനുഷ്യനെ മനുഷ്യരായി കാണാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ അവൻ മണ്ണിലേക്ക് ചേരും വരെ അവനോട് എങ്ങനെ ഇടപഴകണമെന്നോ ഇസ്ലാം കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. പാവപ്പെട്ടവരോടും വിധവകളോടുമുള്ള സഹായം ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാ ദിവസവും 5 നേരം നിസ്കാരം മുടക്കാതെ നിസ്കരിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസല്ലം.